ഹായ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങളിലായിട്ട് പറഞ്ഞത്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് റിലേറ്റഡ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ വ്യത്യസ്ത തരത്തിലുള്ള കേസുകൾ വരുമ്പം എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും വ്യത്യാസമുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഒരു ബാങ്കിലേക്ക് കുറച്ച് തുക നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും കുറച്ച് കാലത്തേക്ക് കടമെടുക്കുകയോ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ ലോൺ എടുക്കുകയാണെങ്കിലോ ഈ രീതിയിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിൽ ഇൻട്രസ്റ്റ് പലിശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തുക എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കൂടുന്നതിനൊരു കാരണമാകുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ലോൺ എമൗണ്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന രീതിയിലാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന് ഒരു വർഷം ഇത്ര റേറ്റിൽ ഇത്ര നിരക്കിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുമായിരുന്നു. ഉദാഹരണത്തിന് 100 രൂപ പ്രിൻസിപ്പൽ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുകയോ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുത്തു കഴിയുമ്പം 100 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 10% പലിശയ്ക്ക് 100 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന 100 രൂപയുടെ 10%മാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 രൂപ, 110 രൂപയാണ് ഒരു വർഷം കഴിയുമ്പോൾ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നതെങ്കിൽ അടുത്ത ഒരു വർഷം കൂടി കഴിയുമ്പോൾ, 2 വർഷം കൂടി കഴിയുമ്പം വീണ്ടും ഈ പ്രിൻസിപ്പൽ 100 രൂപയായിട്ട് തന്നെയാണ് എടുക്കുന്നത്. 100 രൂപയ്ക്ക് 10%, 10 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കും. അപ്പം മൊത്തം ഒന്നാമത്തെ വർഷം 10, രണ്ടാമത്തെ വർഷവും സെയിം 10 തന്നെയാണ് വരുന്നത്. 20 രൂപ, അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് 120 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഓരോ വർഷവും ആദ്യ വർഷം എത്രയാണോ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നത് അതേ പ്രിൻസിപ്പൽ തന്നെയാണ് രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ഒക്കെ എടുക്കുന്നത്. സെയിം പ്രിൻസിപ്പലിൽ നിന്നുമാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അതിനാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പം സെയിം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 110 രൂപ, 100 രൂപ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് 10%, 100ൻ്റെ 10% 10 രൂപയാണ്. അപ്പോൾ 110 രൂപയാണ് നൽകേണ്ടത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റിന് ലഭിക്കുന്നത്. രണ്ടാമത്തെ വർഷം നമ്മൾ കണക്കാക്കുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ ചേഞ്ച് ചെയ്യും. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ചേഞ്ച് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പം രണ്ടാമത്തെ വർഷം പ്രിൻസിപ്പൽ ചേഞ്ച് ചെയ്യും. രണ്ടാമത്തെ വർഷം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എത്രയാണോ എമൗണ്ട് വരുന്നത്, അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ഉദാഹരണത്തിൽ 110 രൂപ, 100 പ്ലസ് 10, ഈ 110 ആണ് രണ്ടാമത്തെ വർഷം പ്രിൻസിപ്പൽ ആയിട്ട് കണക്കാക്കുന്നത്.
അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ രണ്ടാമത്തെ വർഷം കഴിയുമ്പോഴും 10% ഇൻട്രസ്റ്റ് കണക്കാക്കും. അപ്പം പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ആദ്യത്തെ വർഷത്തിന് ശേഷം ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് വരുന്ന എമൗണ്ട് എത്രയായിരുന്നോ അതായിരുന്നു പ്രിൻസിപ്പലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പലിൻ്റെ 10%, അതായത് 110ൻ്റെ 10%ആണ് ഉണ്ടായിരിക്കുക. 11 രൂപ. അപ്പോൾ ആദ്യത്തെ വർഷം 10 രൂപയായിരുന്നു, രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് വർദ്ധിച്ചു 11 രൂപയായിട്ട് മാറി. ഇനി അടുത്ത വർഷം വരുമ്പം ഈ 11 കൂടി ചേർത്തത് 110 + 11 121 രൂപയാണ് പ്രിൻസിപ്പലായിട്ട് എടുക്കുക. അതിൻ്റെ 10% 12.1 രൂപയായിരിക്കും ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ഈ രീതിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വ്യത്യസ്ത രീതികളിലായിട്ട് കണക്കാക്കുന്നുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വ്യത്യസ്ത രീതികളിലായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിൽ ഒരു രീതിയാണ് കോമ്പൗണ്ടഡ് അന്വലി. കോമ്പൗണ്ടഡ് അന്വലി വാർഷികമായിട്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന രീതി. അതായത് ഒരു വർഷം കഴിയുമ്പോൾ മാത്രമേ ഇൻട്രസ്റ്റ് കണക്കാക്കുകയുള്ളൂ. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ലോൺ എടുത്തതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻട്രസ്റ്റ് കണക്കാക്കുകയുള്ളൂ. അതിനെ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയും. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന രീതി. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി കണക്കാക്കുമ്പോൾ, ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതാണ് എമൗണ്ട് എന്ന് പറയുന്നത്. എമൗണ്ട് ഈക്വൽ ടു P × 1 + R/100 റേസ് ടു n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. ആനുവലി ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് ആനുവലി കണക്കാക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൽ നിന്നും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ A - P എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതൊരു കാര്യം, ഈ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈസി ആയിട്ട് മനസ്സിലാക്കും. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ഓർ സെമി അന്വലി. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, അതായത് അര വർഷം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കും. അര വർഷം എന്ന് പറയുമ്പോൾ 6 മാസം. ഓരോ 6 മാസത്തിലും ഇൻട്രസ്റ്റ് കണക്കാക്കും. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കണക്കാക്കും. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കണക്കാക്കും. അങ്ങനെയാണ് കണക്കാക്കുന്നത് എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പലും കൂടി ചേർന്ന എമൗണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് P × 1 + 1/2 × R/100 റേസ് ടു 2 × n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരു വർഷമാണെങ്കിൽ 1, 2 വർഷമാണെങ്കിൽ 2. അതിൻ്റെ കൂടെ × 2 എന്ന് കൊടുത്തിട്ടുള്ളത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കണക്കാക്കുന്നു എന്നുള്ളത് കൊണ്ട്. മുകളിൽ ആനുവലി കണക്കാക്കുമ്പോൾ ഒരു n മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ കണക്കാക്കുന്നുള്ളൂ, 1 × n ആയിരുന്നു. അതുപോലെ തന്നെ ഇടതുവശത്ത് R/100 × 1/1 ആയിരുന്നു. ഇവിടെ ഹാഫ് ഇയർലി കണക്കാക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അപ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കും. അതുകൊണ്ട് റേസ് ടു 2 × n എന്ന് വന്ന്, n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്ക്, × 1/2 എന്ന് R/100 റേറ്റിനോട് കൂടി × 1/2 എന്ന് വരികയും ചെയ്തു. അതായത് റേറ്റിൻ്റെ പകുതിയാകും. അതായത് ആനുവലി 10% ഇൻട്രസ്റ്റ് എങ്കിൽ ഹാഫ് ഇയർലി കണക്കാക്കുമ്പോൾ 10% കണക്കാക്കില്ല, അതിൻ്റെ പകുതി മാത്രം, അതായത് 5% മാത്രമേ കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റേറ്റിൻ്റെ പകുതി 1/2 എന്ന് വന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എമൗണ്ട് ഈക്വൽ ടു P × 1 + 1/2 × R/100. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ബൈ 2 ചെയ്ത് കഴിയുമ്പം അത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. റേസ് ടു 2 റേസ് ടു n. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്. അതുപോലെ തന്നെ മറ്റൊരു കേസാണ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറയുമ്പം ഒരു വർഷം 4 പ്രാവശ്യം ഇൻട്രസ്റ്റ് കണക്കാക്കും. ഒരു വർഷം 4 പ്രാവശ്യം ഇൻട്രസ്റ്റ് കണക്കാക്കും. അതായത്
3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കും. അതാണ് ക്വാർട്ടറിൽ. ഒരു ഇയറിന്റെ ക്വാർട്ടറിൽ, അതായത് ഒരു ഇയറിന്റെ കാൽഭാഗത്തിൽ 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കുമെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം 4 പ്രാവശ്യം ഇൻട്രസ്റ്റ് കണക്കാക്കും. ഓരോ 3 പ്രാവശ്യം കൂടുമ്പോഴും ഇൻട്രസ്റ്റ് കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് എമൗണ്ട് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 1/4 ഇൻറ്റു r/100 ഇൻറ്റു n എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 4 വരുന്നത് എത്ര പ്രാവശ്യം കണക്കാക്കി, 4 പ്രാവശ്യം കണക്കാക്കും. ഹാഫ് ഇയർലി ആകുമ്പം ഒരു ഇയർലി 2 പ്രാവശ്യം കണക്കാക്കും, അതുകൊണ്ട് 2n എന്ന് എഴുതി. ക്വാർട്ടർലി ആകുമ്പോൾ ഒരു വർഷം 4 പ്രാവശ്യം കണക്കാക്കും, അതുകൊണ്ട് 4n എന്ന് എഴുതി. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3 മാസം കണക്കാക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4/1 മാത്രമേ കണക്കാക്കുകയുള്ളൂ. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇയർലി ആണ് എടുക്കുന്നത്. ഒരു വർഷത്തേന് ഇത്ര ശതമാനം എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ക്വാർട്ടർലി കണക്കാക്കുമ്പം ഒരു വർഷത്തെ മുഴുവൻ ശതമാനവും കൂട്ടില്ല, അതിൻ്റെ 4/1 വർഷത്തിൽ കണക്കാക്കുമ്പം ഇൻട്രസ്റ്റും 4/1 വരും. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1/4 എന്ന് വന്നത്. ഇവിടെ ഹാഫ് ഇയർലി കണക്കാക്കിയപ്പം ഇൻറ്റു 1/2 ആയി, ഇൻട്രസ്റ്റിന്റെ പകുതി ആയി. അപ്പോൾ എമൗണ്ട് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 1/4 ഇൻറ്റു r/100 ഓൾ റൈസ് ടു 4n എന്ന് വരികയും ചെയ്യും. അപ്പോൾ കോമ്പൗണ്ടഡ് ആനുവലി, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വ്യത്യസ്ത സമയങ്ങളിലായിട്ട്, വ്യത്യസ്ത ടൈം പീരീഡിലായിട്ട് കണക്കാക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇയറിനോട് കൂടിയിട്ടൊരു ഫ്രാക്ഷൻ ഓഫ് ഇയർ വരികയാണെന്നുണ്ടെങ്കിൽ, ഇയറിനോട് കൂടിയിട്ടൊരു ഫ്രാക്ഷൻ ഓഫ് ഇയർ എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പ്രത്യേക തുകയ്ക്കുള്ള ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കുകയാണ്. 5.25 വർഷത്തേക്ക് 5.25 വർഷം കണക്കാക്കുകയാണ്. എമൗണ്ട് ആനുവലി ആണ് കണക്കാക്കുന്നത്, 5.25 വർഷത്തേനാണ് കണക്കാക്കുന്നത്. ഈ 5.25 വർഷത്തേന് ഇൻട്രസ്റ്റ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളത് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് 2 ഇക്വേഷനുകൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. മുഴുവൻ വർഷത്തേനും അതുപോലെ തന്നെ ക്വാർട്ടർ വർഷത്തേനും. 4/1 എന്ന് പറയുമ്പം 3 മാസം, അതായത് ക്വാർട്ടർ ഇയർ ആണ്. 5 വർഷത്തേന് എന്നുള്ളത് നമ്മൾ കോമ്പൗണ്ടഡ് ആനുവലി എന്നുള്ള ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയുന്ന ആ രീതിയിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം ഉപയോഗിക്കണം. അതായത് 5 വർഷത്തേനുള്ള, അതായത് മുഴുവൻ വർഷത്തേനുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എമൗണ്ട് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് r/100 5 5 വർഷത്തേനും. ഇനി 1/4 വർഷത്തേന്, അതായത് 4/1 വർഷത്തേന് ഇൻട്രസ്റ്റ് കണക്കാക്കണം. ഇൻറ്റു 1 പ്ലസ് 1/4 ഇൻറ്റു r/100. ഈ രീതിയിൽ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ഇയേഴ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഇയറിനോട് കൂടി ഒരു ഇയറിന്റെ ഫ്രാക്ഷൻ, ഒരു വർഷം മുഴുവൻ വർഷവും അതിനോടുകൂടി ഒരു വർഷത്തിന്റെ നിശ്ചിത ഭാഗവും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതിൻ്റെ കൂടുതൽ റിലേറ്റഡ് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്. ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 15,625 രൂപ അറ്റ് 8% പെർ annum ഫോർ 3 years കോമ്പൗണ്ടഡ് ആനുവലി. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്. 15,625 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 3 വർഷത്തേന് എത്രയായിരിക്കും ഇൻട്രസ്റ്റ്? ഒരു കാര്യമുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, കോമ്പൗണ്ടഡ് ആനുവലി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ടഡ് ആനുവലി, അതിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. പി ഇൻറ്റു 1 പ്ലസ് r/100 n. പി ഇൻറ്റു 1 പ്ലസ് r/100 n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ 3 എന്ന് കൊടുക്കുക, എന്നിന് പകരം 3 എന്ന് കൊടുക്കുക. കോമ്പൗണ്ടഡ് ആനുവലി ആയതുകൊണ്ട് അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്വേഷൻ അതേപോലെ ഉപയോഗിക്കാം. പി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ആണ്. 15,625 ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ആണ്, 8/100 3 എന്ന് വരും.
15625 ഇൻറ്റു 1 പ്ലസ് ഇതിനെ ചെറുതാക്കി 8/100 സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പം 2/25 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്തു 2/25 റൈസ് ടു 3 1 പ്ലസ് 2/25 ഒന്നിനോട് കൂടി ഒരു ഫ്രാക്ഷൻ ആണ് കൂട്ടേണ്ടത്. കൂട്ടിക്കഴിഞ്ഞാൽ 27/25 ഹോൾ ക്യൂബ് എന്ന് വരും. 15625 ഇൻറ്റു 27/25 ഹോൾ റൈസ് ടു 3. 27/25 ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 27/25 3 പ്രാവശ്യം എഴുതി ഗുണിച്ചത്. അപ്പോൾ 15625 ഇൻറ്റു 27/25 3 പ്രാവശ്യം എഴുതി ഗുണിച്ചത്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 19683 എന്നുള്ളതാണ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന എമൗണ്ട് 19683. എമൗണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ കുറയ്ക്കണം. എമൗണ്ട് 19683 ആണ്. അതിൽ നിന്നും പ്രിൻസിപ്പൽ 15625 കുറച്ച് കഴിഞ്ഞാൽ 4058 രൂപ എന്ന് കിട്ടും. അപ്പോൾ 8% പലിശ നിരക്കിൽ 3 വർഷത്തേന് 15625 രൂപ നിക്ഷേപിച്ച് കഴിയുമ്പം 4058 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ക്വാർട്ടർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഏതൊക്കെ ഇക്വേഷനുകൾ ഉപയോഗിക്കണം എന്നുള്ളതുമാണ് പറഞ്ഞത്.